ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഒരു ചെറിയ വ്ളോഗാണ്. ആർട്ട് വ്ളോഗൊന്നുമല്ല, ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമുള്ള ഒരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു കല്യാണം ഉണ്ടായിരുന്നു. വെന്നിയൂർ തന്നെയാണ് കല്യാണം. അപ്പോൾ വെന്നിയൂർ പരപ്പൻ ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഡ്രസ്സ് കുറച്ച് ലൂസായിരുന്നു, അപ്പോൾ അതൊന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യായിരുന്നു കേട്ടോ. അതൊന്ന് ടൈറ്റാക്കി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ എനിക്കെന്തോ ഒരു സമാധാനമാണ്. ഇത് മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്ത 2 സാധനങ്ങൾ വന്നിരുന്നു. അപ്പം ഏതായാലും വീഡിയോ എടുക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി, ഒരു കണ്ടൻറ് ആവുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ പരിപാടിയും കൂടി ഇതിലിട്ടത്. അൺബോക്സിങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഞാനൊരു വയർലെസ് മൈക്കായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്, എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തോ പോലെ ആയിട്ട് ഞാൻ അതൊന്നും യൂസ് ചെയ്യാതെയാണ് ഇന്ന് വോയിസ് ഓവർ ചെയ്യണത്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് ഇനി ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാഞ്ഞിട്ടാണോ അതോ എൻ്റെ സാധനം സെറ്റല്ലാഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിന് കുറച്ചും കൂടി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ കാലം ഞാൻ ആഗ്രഹിച്ചാണ് ഞാൻ ഈ സംഭവം വാങ്ങിയത്. എന്തായാലും ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് വാങ്ങണം എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് വില കുറഞ്ഞ സംഭവം നോക്കിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ഷൂ ആയിരുന്നു. അതെനിക്ക് 1 ഇഞ്ച് ഏറെയാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൽ കൊടുത്തതാണ്. അപ്പോൾ അത് വലിയ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അതേപോലെ തന്നെ മടക്കി വെക്കാമെന്ന് കരുതിക്കാണ്ട് അങ്ങനെ തന്നെ എടുത്ത് വെച്ചു. അങ്ങനെ കല്യാണത്തിന് പോയി. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചാണ് ഞങ്ങൾ കല്യാണത്തിന് പോയത്. ഞങ്ങളെ വീട്ടിൽ നിന്ന് വെന്നിയൂർക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ വെയിൽ കൊണ്ട് പോകണ്ടെന്ന് കരുതി ഓട്ടോ വിളിച്ച് പോന്നു. അത് പെട്ടെന്ന് തന്നെ പോന്നിട്ടാ കല്യാണ വീട്ടിൽ നിന്ന്, കാരണം ഞങ്ങൾ അടുത്ത കുടുംബമൊന്നുമല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പോരാന്ന് കരുതി. പിന്നെ എൻ്റെ അനിയൻക്ക് കുറച്ച് പെറ്റ്സൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് 2 കിളീനൊക്കെ വാങ്ങിയിരുന്നവന്. ഒരു കിളി പറന്നുപോയി ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തിന്. അങ്ങനെ ഓന് അതിന് കച്ചറുണ്ടാക്കി വീണ്ടും അതിനൊരു കിളീനെ കൂടി വാങ്ങിക്കൊണ്ടുവന്ന്, അതിനൊരു ഇണനെ കൂടെ വാങ്ങിക്കൊണ്ടുവന്ന്, 2 ലവ് ബേഡ്സിനെയും കൂടി വാങ്ങിക്കൊണ്ടുവന്ന്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയെടുത്ത്. പിന്നെ എൻ്റെ അനിയത്തിക്ക് ഒരു മൈലാഞ്ചി ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ദിവസമായി എൻ്റെ പിന്നാലെ നടക്കണം. അപ്പം മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പിൻട്രസ്റ്റിലും ഇൻസ്റ്റയിലും ഒക്കെ കുറേ തപ്പി നടന്ന് ഓക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ എടുത്തുകൊണ്ട് ഇടാൻ പോവാണ്. അങ്ങനെ ഇതാണ് കേട്ടോ ആ മോഡൽ. ഇതിൽ കാണുന്ന ആ ഇടത് കയ്യിലുള്ള മോഡലാണ് ഞങ്ങൾ 2 ആളും കൂടി സെലക്ട് ചെയ്തത് ലാസ്റ്റ്. അങ്ങനെ അത് ഇടാൻ വേണ്ടിയിട്ട് നല്ല പണിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ചെറിയ പണികളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ എൻ്റെ മോനൊന്ന് ഉണരും, പിന്നെയും അതിന് പോകും, പിന്നെയും ഒന്ന് മോനെ ഉറക്കിക്കാണ്ട് വരുമ്പോൾ പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞ് മോനൊന്ന് ഉണരും. അങ്ങനെ ആയിക്കാണ്ട് കുറേ ടൈം എടുത്തുകൊണ്ടാണ് ഇത് വരച്ചുണ്ടാക്കിയത്. ലാസ്റ്റ് ഓൾക്ക് തന്നെ മടുത്തു തുടങ്ങിയിന്, മതി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിന് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് സെറ്റാക്കി എടുക്കാൻ കുറേ ടൈം എടുത്ത്. ഏകദേശം ഇത് പകുതി ആയിട്ടുള്ളൂ കേട്ടോ. ഇനിയും ഇതിൽ കുറേ ഇടാൻ ബാക്കിയുണ്ട്. അങ്ങനെ ഇനി കുറേ വരകളും കുത്തുകളുമാണെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് കഴിയൂല, എന്താ അത്ര വലിയ പണി എന്നൊക്കെ തോന്നും. പക്ഷെ ഇത് അടുത്തടുത്ത് ഡിസ്റ്റൻസ് അതേപോലെ തന്നെ സെറ്റാക്കി എടുക്കാൻ കുറേ ടൈം എടുത്ത്. അങ്ങനെ ഇനി കുറച്ചൊന്നും എൻ്റെ അടുത്ത് തെറ്റിപ്പോയാൽ തന്നെ അത് ബോറാവും എന്നുള്ള പേടി കാരണം ഞാൻ നല്ല സ്ലോവിലായിരുന്നു ചെയ്തിരുന്നത്. മൈലാഞ്ചി ഇടൽ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെറുനാരങ്ങ പിഴിഞ്ഞുകൊണ്ട് അതിന്മേൽ ആക്കാമെന്ന് കരുതി. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഉണങ്ങിക്കാണ്ട് പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പം ഇനി എങ്ങാനും പൊടിഞ്ഞു പോയിക്കാണ്ട് ഇനി ചുവന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓളോട് തന്നെ പറഞ്ഞു ചാക്കി കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ
പിന്നെ ഓക്ക് രണ്ട് കൈമേലും വേണമെന്ന് ആദ്യമേ പറഞ്ഞതാണ്. അങ്ങനെ 2 കൈയിലും ഇടാമെന്ന് കരുതിക്കാണ്ട് പിന്നെ വേറെ മോഡൽസൊക്കെ തപ്പി ഇങ്ങനെ ഒരു മോഡലാണ് കേട്ടോ പിന്നെ ഞാൻ ഇടാൻ നോക്കിയത്. അതിൻ്റെ ഫുള്ള് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. വെറുതെ വീഡിയോ ലാഗ് ആക്കണ്ടെന്ന് കരുതിക്കാണ്ട് അങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രം എടുത്തുകാണ്ട് അത് ഫുള്ളാക്കി. അങ്ങനെ ഏതായാലും നാരങ്ങ പിഴിഞ്ഞുണ്ടാക്കിയതല്ലേ, അപ്പോൾ നീര് കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഓളെ കൈമേൽ തേച്ചുകാണ്ട് അങ്ങനെ മൈലാഞ്ചി ഇടൽ പരിപാടി അങ്ങനെ നിർത്തിവെച്ച്. ഇത് വീഡിയോയിൽ പെട്ടെന്ന് തീരുന്നുണ്ടെങ്കിലും ഇത് കുറേ ടൈം എടുത്തു. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ എടുത്തുകാനാട്ടോ 2 കൈയിലും വരച്ചുണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഒരു എക്സ്പോക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നു. വേങ്ങരയായിരുന്നു എക്സ്പോ. അപ്പോൾ കുറേ ദിവസമായി അനിയന് പറയണു അവിടേക്കൊന്ന് പോകണം. അങ്ങനെ ഞങ്ങൾ എക്സ്പോക്ക് പോയ വീഡിയോ ആണിത്. ഞങ്ങൾ ഷോർട്സ് ആണ് എടുത്തത്. കുറേ ഷോർട്ട് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ ഒരു വീഡിയോസ് ആക്കിയാണ്ട് ഇട്ടതായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് വീഡിയോ എടുത്ത് വിട്ടത്. പിന്നെ എനിക്ക് കുറച്ച് വരയ്ക്കാനുണ്ടായിരുന്നു. എന്നും ഓരോ ഷോർട്ടായിട്ട് വീഡിയോസ് വിടുന്നത് കാരണം എന്നും ഞാൻ വരയ്ക്കലുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാമെന്ന് കരുതി. കുറച്ച് വീഡിയോസ് ലെങ്ത്ത് കൂടിക്കോട്ടെ, 10 മിനിറ്റ് വീഡിയോസെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിക്കാണ്ട് ഇട്ടതാണ് ഇതും കൂടെ. അപ്പം ഇതൊരു വലിയ ഫീച്ചറാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഫുള്ള് വരയ്ക്കാം, പെട്ടെന്ന് വരച്ച് തീരും എന്നൊക്കെ. പക്ഷേ ഇത് എത്രയായിട്ടും വരച്ച് തീരണില്ലായിരുന്നു. കുറേ ടൈം എടുത്താണ് വരച്ച് തീർന്നത്. ലാസ്റ്റ് എനിക്കൊക്കെ മടുത്ത് തുടങ്ങിയതൊന്നൊക്കെ കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് വരെ ഞാൻ ആലോചിച്ചിന്. ഈ ഫേസ് മാത്രമല്ല കേട്ടോ വരയ്ക്കാനുള്ളത്, ഇനിയും ഇതിലൊരു 2 ഫിഷിനെ കൂടെ വരയ്ക്കാനുണ്ട്. അതും കൂടി ആയാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഇതന്നെ എപ്പോഴും തീർന്നിട്ടില്ല. അപ്പം ഇനി എപ്പോഴാണ് ഇനിയിപ്പോൾ ഉറങ്ങുക എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്താവളുണ്ടായിരുന്നു. ഇതൊന്ന് വരച്ച് തീർന്നിനെങ്കിൽ എന്നായിരുന്നു. ഫേസ് ഞാൻ ഒരു വിധമൊക്കെ സെറ്റാക്കി എടുത്തിരുന്നു. പക്ഷേ ഈ ഹെയറാണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. ഇതൊരു വാട്ടർ പോലെയാണ് വാട്ടറിൻ്റെ കളറായിട്ട് എന്തൊക്കെ പോലെയാണ്. ഇത് സെറ്റായി കിട്ടാൻ നല്ല ടൈം എടുത്തു. പിന്നെ ആകെയുള്ള ഒരു സമാധാനം കുറേ കഷ്ടപ്പെട്ട് വരച്ചാലും പിന്നെ ഷോർട്ടാക്കിക്കാണ്ട് നമുക്ക് കുറേ വീഡിയോസാക്കി വിടാമല്ലോ. അപ്പോൾ വേറെ ആംഗിളിൽ നിന്ന് വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്തുകൊണ്ട് വിടാമെന്ന് കരുതുമ്പോൾ വരക്കാം എന്നൊക്കെ തോന്നുകയാണ്. പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ആ ഫിഷിൻ്റെ പരിപാടി തുടങ്ങി. അങ്ങനെ ഫിഷ് ഞാൻ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു യെല്ലോ കളർ ഗോൾഡൻ ഫിഷിനെ പോലത്തെ ഫിഷായിട്ടാണ് വരക്കണേ. എനിക്ക് ഡ്രോയിങ് ചെയ്യണ ഡീറ്റെയിലിങ് വീഡിയോ വിടാൻ നല്ല താല്പര്യമുണ്ട്. അപ്പം എനിക്കത് ലാഗായി പോവോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂലേ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ കാരണം കേട്ടോ ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ ആക്കിക്കാണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം വരക്കണ ഭാഗങ്ങൾ മാത്രം ആക്കണത്. പിന്നെ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയൊരു പുഡിങ്ങായിരുന്നു. ഇന്നലെ കഴിക്കാൻ പൂതി കഴിക്കാണ്ട് ഉണ്ടാക്കിയ പുഡിങ്ങാണ്. പക്ഷേ ഇന്നാണ് സെറ്റായത്. അപ്പോൾ ഇന്ന് കഴിക്കാമെന്ന് കരുതി. പിന്നെ ഇന്ന് വീഡിയോയും കൂടി എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ചും കൂടെ വീഡിയോ ലെങ്ത്ത് കൂടിക്കോട്ടെ എന്ന് കരുതിക്കാണ്ട് ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. അല്ലെങ്കിലും ഞാൻ വരയ്ക്കുന്ന ടൈമിൽ പല സാധനങ്ങളും തിന്നാൻ വേണ്ടി കൊണ്ടുപോകലുണ്ട്. പക്ഷേ ഇതിപ്പോൾ വീഡിയോക്കും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ല പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കാണ്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയതാട്ടോ. ഇത് ഒരു മാംഗോ പുഡിംഗ് ആണ്. ഇപ്പോൾ മാംഗോ സീസണും കൂടി ആയതുകൊണ്ട് എവിടെ തിരിഞ്ഞാലും ഈ മാങ്ങ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മാങ്ങ വെച്ച് ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് കരുതിയതാട്ടോ. പിന്നെ പുഡിങ് തിന്ന് കഴിഞ്ഞതിന് മുന്നേ തന്നെ വീഡിയോ അല്ല ഡ്രോയിങ്ങും ഫുള്ളാക്കണം എന്നുണ്ടായതുകൊണ്ട് തന്നെ ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങി. ഇതിന് ഇനി ഫുള്ള് കളറ് ചെയ്യലൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി വരയ്ക്കാനുള്ളൂ. ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ബ്ലാക്കായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ ഇതിനൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അതുകൊണ്ട് അതും കൂടി ചെയ്താൽ ഈ പരിപാടി ക്ലോസ് ചെയ്യാമെന്ന് കരുതിക്കൊണ്ടാണ് ഈ തുടങ്ങണത്. ഞാൻ വാച്ച് അവർ കൂടാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ ലോങ് വീഡിയോസൊക്കെ ചെയ്യണത് തന്നെ. അപ്പം മാക്സിമം എൻ്റെ വീഡിയോസ് ഫുള്ള് കണ്ട് എനിക്ക് വാച്ച് അവർ കൂട്ടിത്തരണം. അങ്ങനെ ഏകദേശം ഫിഷ് വരക്കലൊക്കെ കുറേയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണം. ഇനി ഈ ബോർഡറും കൂടി കംപ്ലീറ്റ് ചെയ്താൽ അതോടുകൂടി ഇത് തീരും. അങ്ങനെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടതിന് താങ്ക്സ്. അപ്പം ഓക്കെ, ബൈ.